വയസ്സിന് ബോറടിച്ചപ്പോ കമ്പ്യൂട്ടറിൽ ഭൂമി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ വയസ്സിന് ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് ഉടൻ ആ മനുഷ്യൻ താഴേക്ക് വീണു. അതുകൊണ്ട് മനുഷ്യന് നേരാവണ്ണം നിൽക്കാൻ ഭൂമിയെ പരന്നതാക്കി മാറ്റി. ഭൂമി ഉണ്ടായതിൽ വയസ്സിന് ഒരുപാട് സന്തോഷിച്ചു. ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ വെച്ചു. പക്ഷെ ജോലി ചെയ്യുന്നതിനിടെ രണ്ട് തല തെറിച്ച പിള്ളേര് വയസ്സിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവരെ നോക്കാൻ പോകുന്നതിന് മുൻപ് ഉണ്ടാക്കി വെച്ച ഭൂമിയിൽ ഒരു സിമുലേറ്റർ വെച്ചു കൊടുത്ത് അവിടെ നിന്ന് പോയി. പക്ഷെ ആ ഭൂമിയിൽ ഒരാൾ മാത്രം വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും വളർത്താനായി ഡൈനോസറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവന് മാത്രം ഒരു പിണ്ണാക്കും ഇല്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഭൂമി മുഴുവൻ കുലുങ്ങി. അതോടെ ഒരു മൊട്ട നദിയിലേക്ക് വീണു. മൊട്ട താഴേക്ക് ഒഴുകി പോകുമ്പോൾ ഒരു പറക്കുന്ന ഡൈനോസർ വന്ന് അത് പിടിച്ചെടുത്തു. പക്ഷെ പറന്നു പോകുന്നതിന് മുന്നേ തന്നെ ഒരു സ്രാവ് ആ ഡൈനോസറിനെ വിഴുങ്ങി. അങ്ങനെ ആ മൊട്ട മരങ്ങളിൽ തട്ടി കാറ്റിലൂടെ പറന്ന് ഒടുവിൽ ആ വിഷമിച്ചിരിക്കുന്ന ആളുടെ വീടിന്റെ ചിമ്മിണിയിലൂടെ അകത്തേക്ക് വീണു. മൊട്ട വിരിഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു കിടുക്കാച്ചി ഡൈനോസർ കുട്ടി പുറത്തേക്ക് വന്നു. അത് കണ്ട് അയാൾ ഒരുപാട് സന്തോഷിച്ചു. അവൻ ആ ഡൈനോസറിന്റെ കഴുത്തിൽ ഒരു കിങ്ങിണി കെട്ടിക്കൊടുത്ത് കാമുകിക്ക് കാണിക്കാൻ കൊണ്ടുപോയി. അവൾക്കും അതിനെ ഒരുപാട് ഇഷ്ടമായി. അയാൾ ആ പെൺകുട്ടിയോട് ക്രഷ് തുറന്നു പറയാൻ പോകുന്നതിന് മുന്നേ ക്യൂട്ടായ ഡൈനോസർ അവളെ അങ്ങ് വിഴുങ്ങി. ഡൈനോസർ മനുഷ്യരെ വിഴുങ്ങുന്നു എന്ന് അറിഞ്ഞതോടെ എല്ലാവരും പരക്കെ ഓടാൻ തുടങ്ങി. ഒച്ചപാട് കേട്ട് വയസ്സൻ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് വന്നപ്പോ മനസ്സിലായി പണി വാളി എന്ന്. അതോടുകൂടി അയാൾ റീസ്റ്റാർട്ട് അടിച്ച് ആദ്യം തൊട്ടേ തുടങ്ങി.